എന്താണ് ടോക്സിക് ജോബ് എന്ന് പറയുന്നത്? അതായത് 8 മണിക്കൂറാണ് ഒരു കമ്പനിയിൽ വർക്കിംഗ് അവർ എന്ന് പറയുന്നു. 9 മണിക്കൂറോളാണ് ലോഗിൻ ടൈം കാണിക്കുക. അതിൽ ബ്രേക്കും കാര്യങ്ങളും കൂടിയിട്ട് 1 അവറാണ് ഒരാൾക്ക് കിട്ടുന്നത്. ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറോളാണ് ഉള്ളത്. ഈ 24 മണിക്കൂറിൽ 8 മണിക്കൂർ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 9 മണിക്കൂറോളം നമ്മൾ നമ്മുടെ കമ്പനിയിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഉറക്കം എന്ന് പറയുന്നത് 7 മണിക്കൂറാണ്. ഈ 7ഉം 9 മണിക്കൂർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടല് 16 മണിക്കൂറോളം നമ്മളുടെ ലൈഫിൽ ഉറങ്ങാനും ജോലി ചെയ്യാനും മാത്രമായിട്ട് പോവാണ്. ഇതിൽ ഓവർ ടൈം വരുമ്പോൾ അതേപോലെ തന്നെ ഇതില് കൂടുതലായിട്ടുള്ള ടാർഗറ്റ് കാര്യങ്ങൾ, ജെന്യുവൻ അല്ലാത്ത ടാർഗറ്റ്, വർക്കിംഗ് പ്രഷർ കാര്യങ്ങൾ, പ്രോപ്പർ ആയിട്ടുള്ള ഓഫ് ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ, വീക്കിലി വൺസ് ഉള്ള ഓഫ് പോലും നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥ, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ജോലി ചെയ്യുമ്പോൾ അതാണ് ടോക്സിക് ജോബായിട്ട് മാറുന്നത്. 8 മണിക്കൂറിനേക്കാൾ കൂടുതൽ ടാർഗറ്റും കാര്യങ്ങൾക്കും അച്ചീവ് ചെയ്യാനുള്ള പ്രഷറും കാര്യങ്ങളൊക്കെ തരുമ്പോൾ, എന്റർടൈൻമെന്റിനുള്ള സ്പേസ് ഇല്ലാതാവുമ്പോൾ, ഉറക്കം അതേപോലത്തെ ജോലി മാത്രമാവുമ്പോൾ, പ്രോപ്പർ ആയിട്ടുള്ള ഓഫ് ഇല്ലാതാവുമ്പോൾ ഉള്ള ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ശാരീരിക മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് തകരുന്നതാണ്. അതേപോലെ തന്നെ ബന്ധങ്ങൾ തകരും, സൗഹൃദങ്ങൾ തകരും. അതേപോലെ തന്നെ ഒറ്റയ്ക്കുള്ള ആ ഒരു മാസം കിട്ടുന്ന സാലറിക്ക് വേണ്ടി മാത്രം ഉറങ്ങിക്കൊണ്ടും ജോലി മാത്രം ചെയ്യുമ്പോൾ ആ ജോലി നമുക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ട് ചെയ്യാൻ കഴിയും? 24 മണിക്കൂറിൽ 16 മണിക്കൂറോളം ഉറക്കത്തിനും ജോലിക്കുമായിട്ട് പോകുമ്പോൾ ബാക്കിയുള്ള എത്ര മണിക്കൂറാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ളത്? ടോട്ടല് 8 മണിക്കൂറാണുള്ളത്. ഈ 8 മണിക്കൂറിൽ 4 മണിക്കൂറും കൂടി കമ്പനിക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നമ്മളുടെ മാനസികാരോഗ്യം ശാരീരികാരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുക? IT പ്രൊഫഷനുള്ള ഭീകരത ഇതിനും കൂടുതലാണ്. കാരണം 8 മണിക്കൂർ ലോഗിൻ ടൈം പ്രോപ്പർ തന്നെ ആയിരിക്കും, 9 മണിക്കൂറിൽ ലോഗിൻ ടൈം പ്രോപ്പർ ആയിരിക്കും, 8 മണിക്കൂറിനുള്ള വർക്കിംഗ് അവേഴ്സും കറക്റ്റ് തന്നെ ആയിരിക്കും. പക്ഷെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് നൈറ്റ് വരുന്ന റിപ്പോർട്ട് പ്രോപ്പറായിട്ട് അതിന്റെ ഫീഡ്ബാക്ക് കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് കിടന്നുറങ്ങുന്നത് ചിലപ്പോൾ 2-3 മണിക്കൂറുകളായിരിക്കും. അതുകൊണ്ട് തന്നെ IT ജോബുകളിൽ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് മസ്റ്റായിട്ട് ഉണ്ടാവാറുണ്ട്. ഈ പറഞ്ഞ പോലെയുള്ള ബ്രീഫിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ജോബില് പ്രൊഡക്ടിവിറ്റി കൂട്ടാനും അതേപോലെ തന്നെ പ്രോഫിറ്റ് കൂട്ടാനുള്ള ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സും മാത്രം ജോലി ചെയ്യിക്കുക എന്നുള്ളതാണ്. ആ ജോലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട എന്റർടൈൻമെന്റ് സ്പേസ് കാര്യങ്ങൾ കമ്പനിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം അഡ്വാൻറ്റേജ് ആയിരിക്കും. അതിന് എംപ്ലോയീസ് കൂടുതലായിട്ട് ഇതിനെ കുറിച്ചിട്ട് ബോധവാന്മാരായിരിക്കണം. അങ്ങനെ ബോധവാന്മാരല്ലാത്തോടത്തോളം കമ്പനിയും അതിനെ കുറിച്ചിട്ട് ബോധവാന്മാരായിരിക്കില്ല. മാനേജ്മെന്റ് സെക്ഷൻ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാവുകയും എന്റർടൈൻമെന്റ് ബേസ് ചെയ്തിട്ടുള്ള ടാസ്കുകൾ കാര്യങ്ങൾ സ്പേസുകൾ കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രമാണ് ജോബുകൾ ടോക്സിക് അല്ലാതായിട്ട് മാറുകയുള്ളൂ. നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങളുടെ ജോബ് നിങ്ങൾക്ക് ടോക്സിക് ആണോ എന്നുള്ളത്. അതെന്തുകൊണ്ട് നിങ്ങൾക്ക് ടോക്സിക് ആവുന്നു എന്നുള്ളത്. നിങ്ങളുടെ പാഷൻ അല്ലാത്തതാണ് നിങ്ങളുടെ ജോബ് എന്നുണ്ടെങ്കിൽ അത് ടോക്സിക് ആവാനാണ് സാധ്യത. ആ ടോക്സിക് ആയിട്ടുള്ള ജോബ് ടോക്സിക് ആവാതിരിക്കാനായിട്ട് നമ്മളുടെ മാനേജ്മെന്റും കാര്യങ്ങളും അതേപോലെ തന്നെ എംപ്ലോയീസും ഒത്തൊരുമിച്ച് ശ്രമിക്കേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.